ദുബായ് കൊക്കക്കോള അരീനയിൽ 2024 IPL മിനി ലേലം പുരോഗമിക്കുകയാണ്. രാജ്യാന്തര ക്രിക്കറ്റിലെ വൻ തോക്കുകളെ ഒപ്പമെത്തിക്കാൻ വിവിധ ഫ്രാഞ്ചൈസികൾ വാശിയോടെ ബിഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഇതിനിടെ ഒരു സർപ്രൈസ് നീക്കത്തിനും ലേലവേദി സാക്ഷ്യം വഹിച്ചു. ലക്ഷത്തിൽ നിന്ന് കോടിയിലേക്ക് കുതിച്ച ഒരു ഡൊമസ്റ്റിക് താരത്തിന്റെ മാസ് ഇൻട്രൊഡക്ഷൻ. ചെന്നൈ സൂപ്പർ കിങ്സ് തുടക്കം മുതൽ യുവ ബാറ്റർക്കായി രംഗത്തെത്തിയതോടെ 20 ലക്ഷം ബേസ് പ്രൈസിൽ തുടങ്ങിയ ലേലം ചെന്നെത്തിയത് 8.40 കോടിയിൽ. ദുബൈയുടെ മണ്ണിൽ CSK അന്ന് അവതരിപ്പിച്ച ആ താരത്തെ ഇന്ന് നിങ്ങൾ അറിയും. യെസ്, സമീർ റിസ്വി. സുഹൃത്തുക്കൾക്കിടയിൽ വലങ്കയ്യൻ സുരേഷ് റൈന എന്നൊരു വിളിപ്പേരുണ്ട് റിസ്വിക്ക്. റൈനയുടെ ബാറ്റിംഗ് ശൈലിയുമായി സാമ്യമുള്ള യുവതാരം. കളിക്കളത്തിൽ ചുവടുവെച്ചതാകട്ടെ റൈന വന്ന അതേ ഉത്തർപ്രദേശിൽ നിന്ന്. ഡൊമസ്റ്റിക് T20യിലെ ഫിയർലെസ് സമീപനവും അനായാസം സിക്സർ നേടാനുള്ള മികവും അയാളെ ചെന്നൈ റഡാറിലെത്തിച്ചു. IPLലെ അരങ്ങേറ്റവും ഒട്ടും മോശമായില്ല. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ലോക ക്രിക്കറ്റിലെ മികച്ച സ്പിൻ ബൗളർ റാഷിദ് ഖാനെ സിക്സർ പറത്തിയായിരുന്നു തുടക്ം. ആ മത്സരത്തിൽ 6 പന്തിൽ 14 റൺസുമായി പുറത്താകാതെ നിന്നു. എന്നാൽ അതൊരു ഒറ്റപ്പെട്ട ഇന്നിംഗ്സ് മാത്രമായി മാറുന്നതാണ് ക്രിക്കറ്റ് ആരാധകർ കണ്ടത്. തുടർന്നുള്ള 7 മത്സരങ്ങളിൽ നിന്ന് ചെന്നൈക്കായി നേടാനായത് വെറും 31 റൺസ് മാത്രം. പലപ്പോഴും ഫിനിഷറുടെ റോളിലെത്തിയ താരത്തിന് തൊട്ടതെല്ലാം പിഴച്ചു. 2023 സീസണിൽ അക്കൗണ്ടിൽ കുറിക്കാനായത് 12.75 ബാറ്റിംഗ് ശരാശരിയിൽ 51 റൺസ് മാത്രം. അങ്ങനെ ചെന്നൈ വലിയ പ്രതീക്ഷയോടെ എത്തിച്ച താരം നനഞ്ഞ പടക്കമായി മാറുന്ന ദയനീയ കാഴ്ച. പിന്നാലെ പ്രൈസ് ടാഗിന്റെ പേരിൽ അയാൾ നേരിട്ടത് സമാനതകളില്ലാത്ത വിമർശനങ്ങളും ട്രോളുകളുമായിരുന്നു. ലേലത്തിൽ ചെന്നൈയുടെ വലിയ ബ്ലണ്ടറുകളിലൊന്നായി റിസ്വിയുടെ വിലയിരുത്തി. അങ്ങനെ ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ചെന്നൈ ആ പയ്യനെ കൈയൊഴിഞ്ഞു. തൊട്ടടുത്ത വർഷം നടന്ന മെഗാലേലത്തിൽ സമീർ റിസ്വിക്കായി കൈപൊക്കാൻ അധികം ഫ്രാഞ്ചൈസികളൊന്നും മുന്നോട്ട് വന്നില്ല. ഒടുവിൽ 95 ലക്ഷത്തിന്റെ ചുളുവിലക്ക് ഡൽഹി ക്യാപിറ്റൽസ് വലങ്കയ്യൻ ബാറ്ററെ ടീമിലെത്തിച്ചു. എന്നാൽ ചെന്നൈയിൽ കണ്ട റിസ്വി ആയിരുന്നില്ല ഡൽഹിയിൽ. ആദ്യ സീസണിൽ തന്നെ തന്റെ പേരെഴുതി ചേർക്കാൻ 22-കാരനായി. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ 25 പന്തിൽ 58 റൺസ് അടിച്ചെടുത്ത് മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ്. താരനിബിഡമായ ഡേസി സ്ക്വാഡിൽ ആദ്യ സീസണിൽ താരത്തിന് അധികം അവസരം ലഭിച്ചില്ലെങ്കിലും കിട്ടിയ ചാൻസുകൾ മോശമാക്കിയില്ല. 5 മത്സരങ്ങളിൽ 40.33 ബാറ്റിംഗ് ശരാശരിയിൽ കുറിച്ചത് 121 റൺസ്. മിനി ലേലത്തിലേക്ക് റിസ്വിയെ വിട്ടുകളയാതെ റീറ്റൈൻ ചെയ്യാനായിരുന്നു ഡൽഹിയുടെ തീരുമാനം. ഫ്രാഞ്ചൈസി തന്നിൽ അർപ്പിച്ച വിശ്വാസം ആദ്യ മത്സരത്തിൽ തന്നെ അയാൾ കാക്കുന്നതാണ് കണ്ടത്. അർദ്ധ സെഞ്ചുറിയുമായി മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ്. ലക്നൗ സൂപ്പർ ജയൻസ് ഉയർത്തിയ 142 റൺസിന്റെ ചെറിയ ടോട്ടൽ ലക്ഷ്യമിട്ട് ഇറങ്ങിയ ഡൽഹിയുടെ തുടക്കം മികച്ചതായില്ല. മുഹമ്മദ് ഷമി എറിഞ്ഞ ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ KL രാഹുൽ മടങ്ങുന്നു. തൊട്ടു പിന്നാലെ നിതീഷ് റാണയെ സ്ലിപ്പിൽ അബ്ദുൽ സമദിന്റെ കൈകളിൽ എത്തിച്ച് മറ്റൊരു പ്രഹരം. പതും നിസാങ്കയും ക്യാപ്റ്റൻ അക്സർ പട്ടേലും കൂടി ലക്നൗ ബൗളിംഗിൽ കീഴടങ്ങിയതോടെ ഒരു വേള 26-4 എന്ന നിലയിലായിരുന്നു ഡൽഹി. എഖാന സ്റ്റേഡിയത്തിൽ ഡൽഹി കളി കൈവിടുകയാണോ എന്ന് പോലും തോന്നിപ്പിച്ച നിമിഷം. പവർ പ്ലേ ഓവർ പിന്നിടുമ്പോൾ DC അക്കൗണ്ടിലുള്ളത് 33 റൺസ് മാത്രം. മുഹ്സിൻ ഖാന്റെയും പ്രിൻസ് യാദവിന്റെയും അതിവേഗ പന്തുകളെ കരുതലോടെ നേരിട്ടാണ് റിസ്വി തുടങ്ങിയത്. ആദ്യ റൺസ് നേടാനായി നേരിട്ടത് 9 പന്തുകൾ. ക്രീസിൽ സ്ട്രഗിൾ ചെയ്യുന്ന റിസ്വിയെ വീഴ്ത്താനായി ലക്നൗ നായകന് ഋഷഭ് പന്ത് തന്റെ ആവനാളിലെ പ്രധാന അസ്ത്രമായ ആൻഡ്രിച്ച് നോർക്കയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോർക്കെ എറിഞ്ഞ ഓവറിലെ ആദ്യ പന്തുകളിൽ പിറന്നത് സിംഗിളുകൾ മാത്രം. എന്നാൽ അവസാന പന്ത് ഡീപ് തേർഡിലേക്ക് സിക്സർ പറത്തി റിസ്വി ഒരു സിഗ്നൽ നൽകി. അതിവേഗത്തിലെത്തിയ പന്തിനെ അതേ വേഗത്തിൽ അതിർത്തി വര കടത്തിയ റിസ്വിയുടെ മാസ്റ്റർ ക്ലാസ്. മത്സരത്തിൽ ഡൽഹിയുടെ തിരിച്ചുവരവും ഇവിടെ മുതലായിരുന്നു. തനിക്ക് കളിയിൽ കോൺഫിഡൻസ് നൽകിയത് ഈ സിക്സറാണെന്ന് മത്സരശേഷം താരം വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നങ്ങോട്ട് മോശം പന്തുകളെ മാത്രം അതിർത്തി കടത്തി സ്റ്റെപ്സ് റിസ്വി സഖ്യം വിജയലക്ഷ്യത്തിലേക്ക് അടിവെച്ച് മുന്നേറുന്നതാണ് കണ്ടത്. കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി റിസ്വി ആയിരുന്നു. സ്പിന്നർമാരായ ഷഹബാസ് അഹമ്മദിനെയും എയ്ഡൻ മാർക്കറത്തെയും യുവതാരം വെറുതെ വിട്ടില്ല. ഷഹബാസിന്റെ ഓവറിൽ 3 4 അടക്കം 16 റൺസാണ് താരം അക്കൗണ്ടിൽ ചേർത്തത്. ഒടുവിൽ 17-ാം ഓവറിലെ ആദ്യ പന്തിൽ അബ്ദുൽ സമദിനെ സിക്സർ പറത്തി യുവതാരം ഡൽഹിക്ക് ആദ്യ ജയം സമ്മാനിക്കുമ്പോൾ ഡഗ്ഔട്ട് ഒന്നടങ്കം അതിന് കൈയടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഡേവിഡ് മില്ലർ അടക്കം T20 എക്സ്പീരിയൻസ് താരങ്ങൾ ഉണ്ടായിട്ടും സമ്മർദ്ദ സാഹചര്യത്തിൽ ഇമ്പാക്ട് പ്ലെയറായി സമീർ റിസ്വിയെ ബാറ്റിംഗിന് അയക്കാനുള്ള DC പരിശീലകൻ ഹേമന്ത് ബദാനിയുടെ തീരുമാനം കൂടിയായിരുന്നു ഇവിടെ വിജയമായത്. ഫിനിഷറുടെ റോളിൽ മാത്രമല്ല, ഇന്നിംഗ്സ് ബിൽഡ് ചെയ്ത് യൂട്ടിലിറ്റി പ്ലെയർ ആകാനും തനിക്ക് സാധിക്കും. ഡൽഹിയിൽ ഏത് റോൾ ഏറ്റെടുക്കാനും തയ്യാറാണെന്നുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റാണ് യുവതാരം നൽകിയത്. പേസ് ബോളർമാരെ തുണക്കുന്ന ഏകാന സ്റ്റേഡിയത്തിലെ പിച്ചിൽ റിസ്വിയുടെ ആ ഇന്നിംഗ്സ് എന്നും ഒരു സ്പെഷ്യലാണ്. വരും മത്സരങ്ങളിലും ഈ ഫോം തുടരാൻ സമീർ റിസ്വിക്കാകുമോ? ചെന്നൈ സൂപ്പർ കിങ്സ് കണ്ടെത്തിയ മാണിക്യം ഡൽഹിയുടെ തലവര മാറ്റുമോ? കാത്തിരിക്കാം.